അപ്പോൾ എങ്ങനെയായിരുന്നു ഈ വിവാഹമൊക്കെ? ഏത് പ്രായത്തിലായിരുന്നു? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എൻ്റെ വിവാഹം എന്ന് രസകരമായ സംഭവം സാർ. ഞാൻ ആക്സിഡൻ്റ് ഒന്നും പറ്റുന്നതിന് മുമ്പേ എനിക്ക് വിവാഹം ഞാൻ വീട്ടിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു സർവീസ് ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ വൈഫ്, അവളെ എനിക്ക് ഞാൻ നേരത്തെ കൊച്ചിലെ മുതൽ അറിയാമായിരുന്നു. അപ്പോൾ അത് ജന്മന കേൾവി ശക്തിയില്ല, കേൾക്കാൻ പറ്റില്ല, സംസാരിക്കും. ഇപ്പം ഞാൻ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ചുണ്ടനക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും എന്താ പറയുന്നതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് സംസാരിക്കും, ഒരുവിധം ഫ്ലുവൻ്റ് ആവില്ലെങ്കിലും സംസാരിക്കും. അപ്പോൾ വിവാഹം കഴിക്കുന്നത് ഈ ആക്സിഡൻറ്റിനൊക്കെ ശേഷമാണ്. എന്നെ എടുത്തിട്ടൊക്കെ പോയിട്ടാണ്, കസേരയിലൊക്കെ എടുത്തിട്ടാണ് എടുത്തു. അതൊക്കെ അറേഞ്ച് മാരേജ് ആയിട്ടാ ചെയ്തത്. പക്ഷെ എനിക്ക് നേരത്തെ അറിയാം, ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കവിത എഴുതുന്നു. അങ്ങനെ ഒരു കവിത രൂപേണ ഞാനൊരു ഇത് ഇവരുടെ ഒരു അതിൽ എഴുതി 2 വരി. ഞാനതിൽ എല്ലാവർക്കുമൊപ്പം നടന്നതാം ഒരു വേള, ഇന്നു ഞാൻ ഓർക്കുന്നു ഖേദമോടെ, രാജ്യത്തിനായി എൻ്റെ ജീവൻ കൊടുക്കുവാൻ സത്യവും ചെയ്തിട്ടു ചേർന്നതല്ലേ, എങ്കിലോ നഷ്ടങ്ങൾ അല്പമെന്നല്ലാതെ ജീവൻ തിരിച്ചവർ തന്നയച്ചു, അന്നു ഞാൻ സ്നേഹിച്ച പെൺകൊടിക്കാകുമോ ഇന്നെൻ്റെ സഖിയായി വന്നു ചേരാൻ. ഇങ്ങനെ കുറച്ച് ഒരു അത് എഴുതി വിട്ടു. അപ്പോൾ അതിൽ അവർക്ക് താല്പര്യം തോന്നി. പിന്നെ കുറച്ചു പേരൊക്കെ പറഞ്ഞു അവൻ നാളെ ചത്തുവും മറ്റന്നാൾ ചത്തുവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾക്ക് താല്പര്യമായിരുന്നു. വിവാഹം കഴിഞ്ഞു. ഇപ്പൊ എവിടെ താമസം? താമസം വിതിരേതന്നെ. അവിടെ തന്നെ ഉണ്ട് താമസം. ഓക്കെ. കുടുംബം അവിടെ ആരൊക്കെ ഉണ്ട്? എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഒരു അനിയത്തിയുണ്ട്, അവളെ മാരേജ് ചെയ്ത് പോയി. അനുജനുണ്ട്. അനുജൻ ഇവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഹോമിയോ മെഡിക്കൽ കോളേജ്, അവിടുത്തെ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിക്കും? ഞാനും അച്ഛനും അമ്മയും വൈഫും എല്ലാവരും ഒരുമിച്ച്. കുട്ടികളും എത്ര പേര്? 2 പെൺമക്കളാണ്. മൂത്തയാൾ ഇപ്പോൾ 10th കഴിഞ്ഞു, അടുത്ത് +1 ജോയിൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ യു ആർ കംപ്ലീറ്റ്ലി റിട്ടയർഡ് ഫ്രം? സാർ, എനിക്ക് 2 അറ്റൻഡേഴ്സ് ഉണ്ടായിരുന്നു ആർമിയുടെ തന്നെ വീട്ടിൽ. അപ്പോൾ അറ്റൻഡർ വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ അവർ വന്ന് നോക്കിക്കൊണ്ടിരുന്നത്, എന്നെ കംപ്ലീറ്റ് നോക്കുന്നത്. അപ്പോൾ പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്ന വീട്ടിലായി കഴിഞ്ഞാൽ അങ്ങനെ അവരെ തരാനുള്ള പെർമിഷൻ ഇല്ല. നമ്മൾ BC ആണെങ്കിൽ, ബാറ്റിൽ കാഷ്വാലിറ്റി ആണെങ്കിലും അങ്ങനെ അവരെ തിരിച്ചു വിളിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഇപ്പോൾ ഓൾറെഡി സർവീസ് ഡോക്യുമെന്റഡ് കൗണ്ടാണ്, ലാസ്റ്റ് റാങ്ക് ഓഫ് സർവീസ് എന്നാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് ഗണ്ണാണ്? ഞങ്ങൾ നേരത്തെ SLR ആയിരുന്നു, 7.62 mm SLR. അതിപ്പോൾ ഇന്ത്യ തന്നെ ചെയ്തിട്ട് ഇൻസാസ് ആക്കി, SLR ഇൻസാസ് ആക്കി. പിന്നെ AK ഉണ്ട്, AKയുടെ തന്നെ 56, 58. നല്ല വെയിറ്റ് ആണോ അതിന്? SLR വെയിറ്റ് ആണ്. പിന്നെ LMG, MMG, സ്നേഫർ, അങ്ങനെ കുറേ വെപ്പൺസ് ഉണ്ട്. പിന്നെ എല്ലാം സുരേഷ് യൂസ് ചെയ്തിട്ടുണ്ട്? അല്ല, നമുക്ക് നമ്മളെന്നല്ല, എല്ലാവരും റെഗുലർ എല്ലാവരും യൂസ് ചെയ്തല്ലേ. ഇൻഡിവിജ്വൽ ആംസ്, ഒരെണ്ണം ഇൻഡിവിജ്വൽ ആംസ് ആയിരിക്കും. നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇത് പിന്നെ ഷൂട്ടിംഗ് ഇത് ആദ്യം പഠിപ്പിക്കുമോ അതോ? സർ, ഇത് നമ്മുടെ ട്രെയിനിങ് സമയത്ത് കംപ്ലീറ്റ് വെപ്പൺസിൻ്റെയും A to Z, അതായത് അതിനെ കംപ്ലീറ്റ് കോൽന ജോഡന മുതൽ അതിൻ്റെ മെറ്റീരിയൽ ഇതുവരെ, അതിൻ്റെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ കുത്തർ, അതിൻ്റെ എല്ലാ സർവത്ര സാധനവും പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷം ഫയറിങ് നമുക്ക് റേഞ്ചുണ്ട്. റേഞ്ചിൽ മാസം തോറും ഫയറിങ്, അതാണ് നമുക്കൊരു ഇത്. അത്രയും നമ്മളെ റിസർവ് ആമിനേഷനും സർവീസ് ആമിനേഷനും പ്രാക്ടീസ് ആമിനേഷനും അടിച്ച് തീർക്കണം. അതായത് ഈ വർഷത്തെ നമ്മുടെ റൗണ്ട്സ് അത് ഒരു 3ാമത്തെ വർഷമാകുമ്പോൾ അതിന് പ്രാക്ടീസ് ആമിനേഷനും അത് തീർത്തേ പറ്റൂ. ഫയറിംഗ് റേഞ്ചിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, റേഞ്ച് റൂൾസ് ഭയങ്കരമാണ്. ഏറ്റവും കൂടുതൽ ദൂരം ഫയർ ചെയ്യാൻ പറ്റുന്ന ഏത് ഗണ്ണാണ്? അത് ഒരെണ്ണമായിട്ട് അങ്ങനെ പറയാം എങ്കിലും എടുത്ത് പറയാം സാർ. സ്നേഫർ, അതിൻ്റെ ലെൻസ് PSO നമ്പർ എന്നൊരു ലെൻസ് അതിനകത്തുണ്ട്. സ്നേഫർ അത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പനിക്ക് ഒരെണ്ണം കാണും. അത് നമ്മൾ ഈ ഒരു ട്രൂപ്പിൻ്റെ കമാൻഡിൻ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. റേഞ്ച് എത്ര ദൂരം പോകും? അത് അതിൻ്റെ കില്ലിംഗ് റേഞ്ച്, അതിൻ്റെ നമ്മൾ കില്ലിംഗ് റേഞ്ച് എന്നാണ് പറയുന്നത്. കില്ലിംഗ് റേഞ്ച് 1500 മീറ്റർ. 1500 മീറ്ററിനകത്താണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാര്യം കൂടെ സാർ ചോദിച്ചതിലുണ്ട്, ഫീൽഡ് സാഫ് ആയിരിക്കണം. ഫീൽഡ് സാഫ് മീൻസ് നമ്മളൊരു തടസ്സം, റുക്കാവട്ട് വരാത്ത ഏരിയയിലാണ് ഒരു നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന, ഫീൽഡ് സാഫായി നിൽക്കുന്ന ഏരിയയിലാണെങ്കിൽ കറക്റ്റ് ഷൂട്ട് ചെയ്യാം. MMG ആയാലും LMG ആയാലും ഇതിൻ്റെ ഇടയിൽ ഒരു തടസ്സം, ഒരു മലയോ അങ്ങനെ, അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഷോട്ട് നമുക്ക് ഉപയോഗിക്കാം.
AK ഉപയോഗിക്കുന്നത് നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്, വെയിറ്റ് ലെസ് ആണ്, നീളം കുറവാണ്, നമുക്ക് ക്യാരി എത്ര വെയിറ്റ് വരും AK-47? നമുക്ക് AKയുടെ നമ്മുടെ SLRന്റെ 4.4 kg, ബെറാവുക 5. ഓർമ്മയിൽ നിന്ന് പോയി. AKയും 5. ആണ് എൻ്റെ. ഞാനിത് ചോദിക്കാൻ കാര്യം, ഞാൻ ആലപ്പുഴ റൈഫിൾ ക്ലബിൻ്റെ മെമ്പറാണ്. ഞാൻ മിക്കവാറും പോയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓക്കെ സാറിന് ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ചെറിയൊരു ട്രിക്കാണ് പറഞ്ഞുതരും. നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷം ശ്വാസം നമ്മൾ വിടാതെ നമ്മൾ ട്രിഗർ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ സെക്കൻഡ്, അതായത് ഈ പുള്ളിൻ്റെ രണ്ടാമത്തെ പുള്ളിൽ മാത്രം ട്രിഗർ ഇരിക്കണം. ഇവിടെ ഈ രണ്ടാമത്തെ വര നമ്മൾ ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തിട്ട് നമ്മൾ ശ്വാസം വിടുന്ന ആ കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ കയ്യിൽ കൂടുതൽ ആക്ഷൻ വരില്ല. അല്ലെങ്കിൽ നമ്മുടെ ബാരല് 11 മണി സമയത്തും 9 മണി സമയത്തൊക്കെ ചെറിയ ചലനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഗ്രൂപ്പിംഗ് നമുക്ക് മിസ്സായി പോകുന്നത്. മാത്രമല്ല നമ്മൾ പിടിക്കുമ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കൈ തന്നെ ഉണ്ടാവും. അതാണ് ബ്രീത്തിങ്ങിൻ്റെ ഇത്. ബ്രീത്തിങ് കൺട്രോൾ ചെയ്താൽ മാത്രം നമുക്ക് കറക്റ്റ് ഷാർപ്പ് ഫയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ആദ്യമേ ഞാൻ കേട്ടൊരു കാര്യമാണ്, നിങ്ങൾ കാശ്മീരിൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്ത് എന്തോ ഒരു ആക്ഷൻ ഫോഴ്സ് ആയിട്ട് പോയപ്പോൾ എന്തോ ഒരു പതാക തർക്കമോ അങ്ങനത്തെ തർക്കമല്ലോ സാർ. ഞങ്ങൾ അത് 95-ലാണ്, 95-ഓ 96-ഓ ആണ്. ഞങ്ങൾ ഒരു ഏരിയ ഞങ്ങളുടെ ഡിപ്ലോയ് ആയിട്ട് ഞങ്ങളുടെ കമ്പനിയെ വേറൊരു ഏരിയയിലേക്ക് കൊണ്ടുപോയി. അത് പട്ടൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ചെന്നപ്പോൾ അവിടെ ചെറിയൊരു ജംഗ്ഷനാണ്. അതിൻ്റെ മുകളിൽ ഒരു കയറ്റ പ്രദേശത്താണ് ഞങ്ങളുടെ കമ്പനി ഡിപ്ലോയ് ആയിരിക്കുന്നത്. അവിടെ ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകുന്നതിന് മുമ്പേ നമ്മുടെ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഇൻഫോ നമുക്ക് കിട്ടും. അവിടെ പണ്ട് കാലത്ത് ഈ ഡിഫൻസിലെ ഈ തീവ്രവാദികളെ പിടിച്ചു കഴിഞ്ഞാൽ, ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൈദി ജയിലെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവിടെ വിട്ടിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചുവിടും. പക്ഷെ ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ നല്ലതാവാൻ ശ്രമിച്ചാലും അവിടെ ഈ തീവ്രവാദത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും. അവരിവരെ സമ്മതിക്കില്ല. അവർ വീണ്ടും അവരിലേക്ക് ക്ഷണിക്കും. അങ്ങനെ അവിടെ വിട്ട ഒരാളുണ്ട് ആ സ്ഥലത്ത്. ഈ കൈദി ജയിലിൽ നിന്ന് നല്ല നോർമലി നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് വന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പിറ്റേന്ന് രാവിലെ ഓഗസ്റ്റ് 15 വൈകുന്നേരം നമ്മുടെ ഡിഫൻസിന് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് 2 വേർഡ്സ് പാസ്വേഡ് എന്ന് പറയും. ആ പാസ്വേഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല. 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. രാവിലെ നമ്മുടെ ഇതിൻ്റെ ടൈം കഴിയുന്നവരെ അവർക്ക് അപ്പോഴും പുറത്തിറങ്ങാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് കൈമാറിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ട്രഞ്ചിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ട്രഞ്ച് കൂടെ കിടക്കുന്നിടത്ത് വരും. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന നമ്മളെ കൂടെ ഉള്ള ആൾ തന്നെയാണോ നമ്മൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ ദൂരെ നിന്ന് പാസ്വേഡ് ചലഞ്ച് ചെയ്യും, ചോദിക്കും. അപ്പോൾ അങ്ങോട്ടും കൈമാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് മറന്നുപോയാൽ സ്വന്തം കൂടെ നിൽക്കുന്നവരെ തന്നെ നമുക്ക് കൊള്ളേണ്ടി വരും, തിരിച്ച് നമുക്ക് മരിക്കേണ്ടിയും വരും. അത് പാസ്വേഡ് മറക്കാൻ പാടില്ല. അപ്പോൾ അത് ഒക്കെ കഴിഞ്ഞ് ആ സമയം വരെ 6 മണി സമയം വരെ അവിടെ വലിയ ടാസ്ക് ആണല്ലോ. രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഇപ്പം XZ എന്നെല്ലാം പറഞ്ഞ YZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയായി. ഒന്ന് ഇന്നത്തേതായിരിക്കില്ല നാളത്തെ, ഓരോ ദിവസം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് അപ്പോൾ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മോളിൽ നിന്ന് നോക്കിയാൽ കാണാം ആ ജംഗ്ഷൻ. അവിടെ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് പറക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെ ഈ കൈദി ജയിലിൽ നിന്ന് വന്ന ഈ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് വന്ന അവൻ ബ്ലാസ്റ്റ് ആയിട്ട് കിടക്കും. പക്ഷേ ഈ തീവ്രവാദികളുടെ പ്രഷർ, അവരുടെ ശല്യം കാരണമാണ് ഇവർ കൂടുതലും അവർക്ക് അഡിക്റ്റ് ആയി പോകുന്നത്. ഒരു ചോദ്യം, നമ്മൾ തീവ്രവാദികളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. എന്നാൽ ഇന്ത്യൻ സൈനികരും പാകിസ്ഥാൻ സൈനികരും അതിർത്തിയിൽ എങ്ങനെയാണ്? അതിർത്തിയിൽ സാറ് നമ്മുടെ പഞ്ചാബ്, നമ്മുടെ വാഗാ ബോർഡർ, അത് BSF ആണ് ഡ്യൂട്ടി നോക്കുന്നത്. അവർ കാണത്തൊക്കെ അടുത്ത് നിൽക്കുന്ന അപ്പുറം നല്ല ഇതിലാണ്. നമ്മുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ പരസ്പരം കൈമാറാറുണ്ട്. സിനിമ കാണുന്ന പോലെയൊക്കെ തന്നെയാണോ? യഥാർത്ഥത്തിൽ അത് അത് നമുക്ക് ഡയറക്റ്റ് ഓർഡർ മുഖാന്തരം കൈമാറുന്നതും അല്ലാതെയും കൈമാറാറുണ്ട്. പരസ്പരം സ്നേഹോപകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും
നമുക്ക് അവരെ ഒരു അല്പം എന്താ പറയുന്നത് മനസ്സിൽ ഒരു ഇതോടുകൂടിയേ നമുക്ക് നോക്കി കാണേണ്ടതാണ്. കാരണം അവരുടെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെയാണ്. അവർ പറയുന്ന ഹിന്ദുത്വ എന്നാണ് അവർക്ക് ഏറ്റവും ഒരു അറപ്പ്. അതായത് ഇന്ത്യൻ മുസ്ലിംസിനെ തന്നെ അവർ പറയുന്നത് അങ്ങനെയാണ്. ഇന്ത്യൻ ഡോഗ്സ് എന്നല്ലേ അവർ പറയുന്നത്. അപ്പോൾ അവർ ഇന്ത്യയോട് വേറൊരു മെത്തേഡിൽ അവരുടെ കാഴ്ചപ്പാട്. അവർക്ക് ഇന്ത്യയിൽ ഏത് മതമാണെങ്കിലും അതെ എല്ലാ അവരുടെ മുസ്ലിംസിനെ ആണെങ്കിലും മറ്റേത് മതത്തിനെയും അവർ കാണുന്നത് അങ്ങനെയാണ്. ഇന്ത്യൻ ഡോഗ്സ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ നേരത്തെയൊക്കെ നമ്മുടെ ജവാൻസിനെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വികൃതമാക്കിയിട്ടാണ് കണ്ണ് ചൂഴ്ന്നെടുക്കുക, ഓരോ ഭംഗം സംഭവിച്ചിട്ടാണല്ലേ നമുക്ക് ബോഡിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആണ് അതിൻ്റെയൊക്കെ കുറച്ചൊരു വ്യത്യാസം. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ് സർ? അത് നമ്മുടെ POK പാക് ഒക്യുപ്പൈഡ് കാശ്മീർ നേരത്തെയൊക്കെ അത് നമുക്ക് ഈ കാശ്മീർ തന്നെയാണോ പ്രശ്നം? അതെ സർ, കാശ്മീരിൽ തന്നെ. കാശ്മീരിൻ്റെ ഒരു POK എന്ന് പറയും, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, ഒക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാശ്മീരാണ് കുറച്ച് ഏരിയ. അതിന് POK എന്ന് പറയും. ആ POK കുറച്ച് ഭാഗം ഇവരിപ്പോൾ ഒക്യുപ്പൈ ചെയ്ത് വച്ചിരിക്കുക. അതിപ്പോൾ ചൈനയുടെ കയ്യിൽ, ചൈനയ്ക്ക് കൊടുത്തു വന്ന് ഇടയ്ക്കൊക്കെ ന്യൂസ് കുറച്ച് ഭാഗം വിട്ടുകൊടുത്തു അവർക്ക് ട്രാൻസ്പോർട്ട്. ഇത്രയും സ്ഥലങ്ങളുടെ പ്രശ്നമാണ് ഇതെല്ലാം. അതെ അതെ, നമ്മൾ എന്തായാലും ഇന്ത്യ വിട്ടുകൊടുക്കുന്ന പ്രശ്നം തീർച്ചയായിട്ടും ഇല്ല സാർ. അതൊരിക്കലും നമ്മുടെ ചോര വീഴേണ്ടി വന്നാൽ ഇനിയും വീഴ്ത്തും. കാരണം അതിനുവേണ്ടി നമ്മുടെ ഭാഗം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും.